ആര് കേട്ടാലും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം. എന്നാൽ ഇത് യഥാർത്ഥമായ ഒരു കാര്യമാണ്. എങ്ങനെ എന്ന് നോക്കാം. 100 രൂപ 37 വർഷം കൊണ്ട് 5.56 കോടി രൂപയിൽ എത്തി. നിക്ഷേപം എന്താണ് എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്താണ് അത് അല്ലേ? ഓഹരി നിക്ഷേപം. വിപ്രോ എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു IT കമ്പനിയാണ് വിപ്രോ, അല്ലേ? ആ കമ്പനിയുടെ ഒരു ഓഹരി 1980-ൽ 100 രൂപ ആയിരുന്നു. ആ ഓഹരി ഒരു എണ്ണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 5.56 കോടിയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ല എന്ന് എനിക്കും അറിയാം. ഞാൻ വിശദമാക്കി തരാം. 1980-ൽ വിപ്രോ എന്ന കമ്പനിയുടെ ഒരു ഓഹരിയുടെ വില 100 രൂപ ആയിരുന്നു. 1981-ൽ കമ്പനി ബോണസ് നൽകി. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഓഹരിയുടെ എണ്ണം 1-ൽ നിന്നും 2 ആയി. 1985-ൽ വീണ്ടും കമ്പനി ബോണസ് നൽകി. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ 2 ഓഹരിയായിരുന്ന നിങ്ങളുടെ ഓഹരി 4 ഓഹരിയായി. 1987-ൽ വീണ്ടും ബോണസ്. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ 4-ൽ നിന്നും 8 ആയി നിങ്ങളുടെ ഓഹരി. 1989-ൽ വീണ്ടും കമ്പനി ബോണസ്. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ 8-ൽ നിന്നും 16-ലേക്ക്. 1990-ൽ കമ്പനിയുടെ മുഖവില വിഭജിച്ചു. അതായത് ഷെയറിൻ്റെ മുഖവില വിഭജിച്ചു. ഒരു ഓഹരിക്ക് 10 ഓഹരിയാണ് കമ്പനി മാറ്റിയത്. അങ്ങനെ 16 ഓഹരി ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓഹരിയുടെ എണ്ണം 160 ആയി. 1992-ൽ വീണ്ടും കമ്പനി ബോണസ് നൽകി. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ 160 ഓഹരി ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓഹരിയുടെ എണ്ണം ഇപ്പോൾ 320 ആയി. 1995-ൽ വീണ്ടും ബോണസ്. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ 320 ഓഹരി ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓഹരിയുടെ എണ്ണം ഇപ്പോൾ 640. 1997-ൽ കമ്പനി വീണ്ടും ഓഹരി ബോണസ് നൽകി. ഒരു ഓഹരിക്ക് 3 ഓഹരി. അങ്ങനെ 640 ഓഹരി ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓഹരിയുടെ എണ്ണം ഇപ്പോൾ 1920. 1999-ൽ വീണ്ടും ഷെയറിൻ്റെ മുഖവില വിഭജിച്ചു. അങ്ങനെ ഒരു ഓഹരിക്ക് 5 ഓഹരിയാണ് കമ്പനി നൽകിയത്. അങ്ങനെ 1920 ഓഹരി ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓഹരിയുടെ എണ്ണം 9600 ആയി മാറി. 2004-ൽ കമ്പനി ഒരു ഓഹരിക്ക് 3 ഓഹരി ബോണസ് നൽകി. അങ്ങനെ 9600 ഓഹരിയായിരുന്ന നിങ്ങളുടെ ഓഹരി ഇപ്പോൾ 28800 ആയി. 2005-ൽ കമ്പനി വീണ്ടും ബോണസ് പ്രഖ്യാപിച്ചു. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ നിങ്ങളുടെ ഓഹരിയുടെ എണ്ണം 57600 ആയി. 2010-ൽ വീണ്ടും കമ്പനി ഓഹരി വിഭജിച്ചു. ഇപ്രാവശ്യം ഒരു ഓഹരിക്ക് 1.6 ഓഹരിയാണ് കമ്പനി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഓഹരിയുടെ എണ്ണം 96000 ആയി. 2017-ൽ വീണ്ടും കമ്പനി ബോണസ് നൽകി. ഒരു ഓഹരിക്ക് ഒരു ഓഹരി. അങ്ങനെ ഓഹരിയുടെ എണ്ണം 1,92,000 ആയി. കമ്പനിയുടെ ഷെയറിൻ്റെ ഇപ്പോഴത്തെ വില 292 രൂപയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഓഹരിയുടെ വില 292 ഇൻറ്റു 1,92,000. അങ്ങനെ 5,56,00,000 രൂപ. എന്താണ് ഇതിൻ്റെ രഹസ്യം? നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ശക്തി, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ടിങ്. അറിയുന്നവർ സമ്പാദിക്കുന്നു, അല്ലാത്തവർ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ല വീഡിയോയുമായി ഞാൻ ഉടനെ എത്തും. നിങ്ങളുടെ വിലയേറിയ സമയം ഈ വീഡിയോ കാണാൻ മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി.